ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന അടിപൊളി ഒരു പോർക്ക് ഫ്രൈ ആണ് കേട്ടോ. കുരുമുളകൊക്കെ ഇട്ട് സെറ്റാക്കി ഒരു പോർക്ക് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മളൊരു നല്ല ബീഫ് ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട്. കുരുമുളകൊക്കെ ഇട്ട് നല്ല സെറ്റാക്കിയിട്ട് ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ പോർക്ക് ഫ്രൈ നല്ല കുരുമുളകൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി എടുക്കാം ഗൈസ്. ഇതാണ് ഫ്രണ്ട്സ് നമ്മൾ മേടിച്ച പോർക്ക്. അപ്പോൾ ഇനി നമുക്ക് ഈ കവർ ഒന്ന് അഴിച്ച് നോക്കാം. ഇത് നല്ല മുറിച്ച് നല്ല പാകത്തിനുള്ള കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ അവർ പാക്ക് ചെയ്ത് നമുക്ക് തന്നിട്ടുള്ളത്. ചില സമയത്ത് ഫുള്ളായിട്ട് ഒരു പീസൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇപ്രാവശ്യം എന്തായാലും അവർ നല്ല പാകത്തിന് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതിൽ ചില പീസ് മാത്രമേ വലിപ്പുള്ളൂ, അത് നമുക്ക് നോക്കിയിട്ട് കട്ട് ചെയ്താൽ മതി. പിന്നെ അധികം ചെറുതാക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് കേട്ടോ, പെട്ടെന്ന് ഉടഞ്ഞു പോകും ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിങ്ങനെ പോർക്ക് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുക്കറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇവിടെ കുക്കർ എടുത്ത് വെക്കുന്നുണ്ട്, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തണുത്തിരിക്കുന്നത് കൊണ്ട് നല്ല കട്ടയായിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കറിലേക്ക് പോർക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി അടുത്തതായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി. കുറച്ചിട്ടാൽ മതി കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ളത് ഉള്ളി വാട്ടുമ്പോൾ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മീറ്റ് മസാലയും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിനുശേഷം ആണ് നമ്മുടെ പ്രധാന ഐറ്റം വരുന്നത് പോർക്ക് മസാല. ഇതാ കണ്ടോ, നല്ല അടിപൊളി പോർക്ക് മസാല ഉണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ ഇതുപോലെ ആവുമെന്ന് അറിയില്ല, എന്നാലും നമുക്ക് നോക്കാം. അപ്പോൾ പോർക്ക് മസാല നമ്മൾ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് എന്ത് പൊടിയാണ്? കുറച്ച് കുരുമുളക് പൊടിയാണ്. നല്ല കുറച്ച് തരി ആയിട്ടുള്ള കുരുമുളക് പൊടിയാണ് കേട്ടോ വേണ്ടത്. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുക്കറിലേക്ക് 1 ഉള്ളി എടുത്തിട്ടുണ്ട്, 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ 1 തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഇട്ട് കൊടുത്ത പച്ചമുളകും തക്കാളിയും ഈ മസാലകളും പൊടികളും അതുപോലെ തന്നെ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സാക്കി എടുക്കാം കേട്ടോ. മിക്സാക്കി ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ മിക്സാക്കി എടുത്ത് വെച്ചത്, നല്ല സെറ്റായി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഗ്യാസിലേക്ക് വെക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ പോർക്ക് ഇതാ മസാലയൊക്കെ സെറ്റാക്കി അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മളിതാ കുക്കർ ഗ്യാസിലേക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 4 വിസിൽ വരണം, 2 ഫുള്ളിലും 2 സിമ്മിലും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫാക്കാം കേട്ടോ. പോർക്ക് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് ആവശ്യമായ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ 1 ഉള്ളി, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, അതുപോലെ 2 പച്ചമുളക്, പിന്നെ കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 തക്കാളി, ഇത്രയും ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാനിവിടെ 2 എടുത്തത് കേട്ടോ. നമ്മുടെ പോർക്കിന് അങ്ങനെ 4 വിസിലും വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പം നമുക്കിതിനെ ഓഫാക്കി വെക്കാം. ഇനി നമുക്ക് ഈ കുക്കർ ഇങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് പാന് വെക്കാം കേട്ടോ. പാന് വെച്ചിട്ട് നമുക്ക് ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടാം. അപ്പോൾ ഇത് ഞാനിങ്ങോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ പാൻ ഇതവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് കേട്ടോ ടേസ്റ്റ് ഒന്നും കൂടി ഉണ്ടാവുക. അപ്പം നമുക്ക് അതിനകത്തേക്ക് കുറച്ച് അരിഞ്ഞ് വെച്ച ഉള്ളി, ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുത്ത് വാട്ടുന്ന സമയത്ത് ഇതൊന്ന് സിമ്മിൽ വെച്ചിട്ട് വാട്ടി കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തീ കൂടി വരുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകില്ലേ. പിന്നെ ഇത് മൊത്തം പച്ചമുളക് ഒക്കെ ആയിട്ട് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. ഈ കറിവേപ്പിലയും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ കരിയാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളിയും ചെറിയുള്ളിയും പിന്നെ നമ്മുടെ പച്ചമുളകും ആണ് ഇതിനകത്ത് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ട് ഒരു ടിപ്പും കൂടി ഉണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും. കുറച്ച് ഉപ്പ്, സകല ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ഉള്ളിയൊക്കെ അങ്ങോട്ട് വാടിക്കിട്ടും. അപ്പോൾ സകല ഉപ്പും കൂടി ഇട്ടിട്ട് ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ കുറച്ച് കറിവേപ്പില, നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ് നമുക്കിവിടെ ഉണ്ടായിട്ടുള്ള കറിവേപ്പിലയാണ്. അത് ഞാൻ എന്താ കുറച്ചേ ഉള്ളൂ, പക്ഷേ എന്നാലും നമ്മൾ ഫ്രഷ് ആയിട്ടുള്ളതുകൊണ്ട് ഗുണം കുറച്ചും കൂടി കൂടും. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
കൈ നനഞ്ഞത് കാരണം ഒട്ടിപ്പിടിച്ചിട്ട് വീഴുന്നില്ല. ഇനി നല്ലതുപോലെ ഇവിടെ വാടി വന്നിട്ടുണ്ട് കേട്ടോ ഉള്ളിയും പച്ചമുളകൊക്കെ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സിമ്മിലായിരിക്കണം എപ്പോഴും, നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കരിയാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി കുറച്ചെടുത്ത്, അതായത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ഞാനിവിടെ എടുക്കുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് എന്താണ്, അടുത്ത സാധനമാണ് നമുക്ക് വേണ്ടത് മുളക് പൊടി. മുളക് പൊടി നമുക്ക് വളരെ കുറച്ച് മതി കേട്ടോ. 1/2 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ പൊടി കരിയാതെ സൂക്ഷിക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പൊടി കരിയാതെ പ്രത്യേകം നോക്കണം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് പോർക്ക് മസാലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പോർക്ക് മസാലയാണല്ലോ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മസാല ഇവിടെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പോർക്ക് നല്ലതുപോലെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല സെറ്റായി വെന്ത് വന്നിട്ടുണ്ട് 4 വിസിൽ വന്നപ്പോഴത്തേക്കും. ഇനി നമുക്ക് ഈ പോർക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് മസാലയിലേക്ക് നമുക്കിട്ട് കൊടുക്കാം. ആദ്യം നെയ്യും കഷ്ണവും കൂടെ ഒരുമിച്ച് ഒഴിക്കേണ്ട, കഷ്ണം മാത്രം ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ മുഴുവൻ പോർക്കും ഇവിടെ ഇട്ടിട്ടുണ്ട് മസാലയിലേക്ക്. നല്ലതുപോലെ ഇനി അത് ഒരു 2 മിനിറ്റ് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് ഇരിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് നമുക്ക് പോർക്കിലേക്ക് വളരെ തരിയായിട്ട് പൊടിച്ചെടുത്ത കുരുമുളക് പൊടി നമുക്ക് വിതറി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് എന്നിട്ട് അതിട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തും കൊടുക്കാം. ഇനി മാറ്റി വെച്ച നെയ്യ് പോർക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പോർക്കിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇട്ട് കൊടുത്തതിന് ശേഷം ഈ നെയ്യൊക്കെ ഒന്ന് വറ്റാനായിട്ട് ഇങ്ങനെ വെക്കാം. നെയ്യൊക്കെ നല്ലോണം വറ്റി ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ പോർക്ക് കുറച്ച് നേരം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പോർക്ക് ഇവിടെ ഏകദേശം ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അടപ്പ് തുറന്നൊന്ന് നോക്കാം എന്തായി അവസ്ഥ എന്ന്. ഇപ്പം നെയ്യൊക്കെ വറ്റി ഇങ്ങനെ വന്നിട്ടുണ്ട്. കുറച്ചും കൂടി നെയ്യ് വറ്റാനുണ്ട് കേട്ടോ. അതെല്ലാം കൂടിയിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. എന്നാലും ഏകദേശമൊക്കെ നല്ല ആവിയൊക്കെ വരുന്നുണ്ട് ഫ്രണ്ട്സ്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് ആ നെയ്യൊന്ന് വറ്റുന്നവരൊന്നും ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പോർക്ക് ഫ്രൈ ഇവിടെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. മസാലയൊക്കെ പിടിച്ച് നല്ലതുപോലെ തന്നെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഫ്രണ്ട്സ്, ഇതിനകത്ത് നമ്മൾ ചെറിയ ജീരകവും വലിയ ജീരകവും ഇട്ടിരുന്ന സമയത്ത് ക്യാമറ ഓഫായി നമ്മൾ അറിഞ്ഞില്ല ഫ്രണ്ട്സ്. അപ്പോൾ ചെറിയ ജീരകവും വലിയ ജീരകം ഇടുന്നത് ഫ്രൈ ആയി വരുമ്പോഴാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കണേ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.